ഇതിൽ വളരെ മാന്യമായും നിയമപരമായും ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കോളേജ് കാലം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തിരിക്കുകയാണ്. കേട്ടോ, അവർക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇതിൽ വളരെ മാന്യമായും നിയമപരമായും ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ പുകമറ സൃഷ്ടിച്ച് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തും. ഷാജിയുടെ സമയം വളരെ മോശമാണ്. ഇനി എന്തൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിനെ എന്തെങ്കിലും കാണിച്ച് ആരെയും പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. എൻ്റെ ഈ മോഹം കണ്ടാലറിയില്ലേ, എനിക്കൊട്ടും പരിഭ്രമവും ഭയവും. സ്വജനപക്ഷപാതം എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു പ്രസ്ഥാനമാണല്ലോ CPM. ഈ ആളുകളുടെ മുൻകാലത്ത് ഈ 10 വർഷം മുമ്പത്തെ ഇവരുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥയും ഈ പറയുന്ന ആളുകളുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയും തമ്മിൽ പരിശോധിക്കുമ്പോൾ റിയാസ് എന്ന സുഹൃത്ത് വഴി അവരിലേക്ക് പണം കടന്നു വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ട സാഹചര്യം ഇവരുടെ ഓരോരുത്തരെയും സാമ്പത്തിക സ്ഥിതിയിലുണ്ട്. ഒരു സംശയം വേണ്ട. റിയാസ് വീണയുടെ ഭർത്താവാകുന്നതിന് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പണമൊക്കെ എവിടെ പോയി, റിയാസ് ഇതിനകത്ത് പങ്കാളിയാണോ എന്നുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അന്വേഷണ ഏജൻസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾ കൃത്യമായി നടക്കുമ്പോൾ അത് അവിടേക്ക് എത്തേണ്ടതാണെങ്കിൽ എത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് ബ്രദറില്ല. ഓട്ടോ ഇടിച്ചിട്ടവന്റെ തലയിൽ സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. റിയാസ് ഇതിനകത്ത് കുറ്റക്കാരനല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പക്ഷേ പറയും നല്ല സഖാക്കളുണ്ട് ഈ നാട്ടിൽ. മുണ്ട് മുറുക്കി കൊടുത്ത് പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഇൻക്ലാബ് വിളിച്ച നൂറുകണക്കിന് സഖാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ കള്ളനാണ്. അദ്ദേഹത്തിന്റെ മകളും ഈ എല്ലാ ആരോപണങ്ങളിലും അവർക്കെതിരെ വന്നിട്ടുള്ള ഞാൻ ആരോപിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലും സമൂഹ മധ്യത്തിൽ നിങ്ങൾ പിണറായി വിജയനെയും മകളെയും ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവും ഇല്ലാതാകുന്നത് നോക്കി നിൽക്കേണ്ട വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവനെ വിവരമുണ്ട്, നല്ല താങ്ങിച്ചു പോയല്ലേ. വിളിച്ചു പറഞ്ഞു കൊടുത്തതല്ല, ആരുടെയെങ്കിലും സോഴ്സ് അല്ല. ED തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നത് അന്ന് വീണയുടെ കയ്യിലുള്ള ഒരു ഡയറി കണ്ടെത്തുന്നു. കണക്കിൽ എഴുതി വച്ചിരിക്കുന്ന കണക്കിൽ ദുബായിലേക്ക് 85 ലക്ഷം രൂപ, അതായത് 3.49 ലക്ഷം AED അറബ് എമിറേറ്റ്സ് ദിർഹമാണ്, 85 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയാണ് അയച്ചതിൻ്റെ കഥ പറയുന്നുണ്ട്. പിന്നീട് കാണുന്നത് 20.05 കോടി രൂപയുടെ ഇടപാടുകളാണ്. 20 കോടി 5 ലക്ഷത്തിൻ്റെ ഇടപാട്. ഇതൊക്കെ ED പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വീണയുടെ ഫോൺ ED എടുത്തിരുന്നു. അതിൽ ഒരു സിം കാർഡിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡാണ്. അത് വൈഫൈയിലൂടെ, അതായത് ആ ഫോൺ സാധാരണ രീതിയിലുള്ള മൊബൈൽ ഫോണായി ഉപയോഗിക്കാതെ ആ നമ്പറിലൂടെയുള്ള ഫോൺ വിളികൾ നടക്കുന്നുണ്ടായിരുന്നു. അത് പറ്റിക്കാനായിരിക്കും, അല്ലെങ്കിൽ താനാണ് എന്നറിയാതെ വിളിക്കാൻ വേണ്ടിയായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 2016 മുതൽ 2026 വരെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ആ ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടെന്നുള്ളത് ഞാൻ പറയുന്നു 100 കോടി രൂപയല്ല ആ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, SLC ലാവലിൻ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഈ നാട്ടിൽ നമ്മൾ വിവാദ കമ്പനികളിൽ നിന്ന് നമ്മൾ ഏതൊക്കെ കേട്ടിട്ടുണ്ടോ ആ കമ്പനികളുടെ നിന്നെല്ലാം വീണയുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഴിമതിയും കുംഭകോണം നടക്കുന്നൊരു മേഖലയാണ് കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണം. അതിൽ തോറിയവും മോണോസൈറ്റും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള അമൂല്യങ്ങളായ മിനറൽസ് ഉണ്ട്. അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കടത്തിയിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയനും ഈ പറയുന്ന ആളുകളും ചെയ്തിട്ടുള്ളത് രാജ്യദ്രോഹമാണ്. ഈ രാജ്യത്തെ ചതിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവഴി വന്നിട്ടുള്ള കോടികൾ എത്രയാണെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത് ഈ വരുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ EDയുടെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത്തരം വാർത്തകൾ
കണ്ട് കേരളം ഞെട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ള പാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPIM കടന്നാക്രമിക്കാനാണ് CPIM നേതാക്കളുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിൻ്റെ ഭാഗമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങൾ എടുത്ത നിലപാട്. ആ നിലപാട് ഇനിയും തോന്നുന്നു. അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ പാർട്ടി തോൽക്കില്ല തോൽക്കില്ല തോൽക്കില്ല. ഈ വർത്താനം നിർത്തി നമ്മൾ ജയിച്ചാനേ. രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിടെക് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, നമ്മുടെ ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ ഭരണസ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. നോക്കൂ, ഇതില് ശ്രീ വിനു, ഞാൻ ആദ്യം തന്നെ ശ്രീ മുഹമ്മദ് റിയാസിന്റെ സത്യസന്ധതയെ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ലാർജ്ലി ED എതിർത്താണ് സംസാരിച്ചത് എങ്കിലും അബദ്ധത്തിൽ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. അതാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ ന്യായീകരണ ക്യാപ്സൂളുകളെയും ഒറ്റയടിക്ക് നിർവീര്യമാക്കുന്നത്, ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെ ന്യായീകരിക്കുന്നതുമായിട്ടുള്ള ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. എന്തെങ്കിലും ഭരണസ്വാധീനം ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കാം എന്നാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. മാന്യമല്ലാത്ത ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ കാര്യം, അതേപോലെ തന്നെ ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഈ കേസിൽ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇത് തന്നെയല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ല ഉദ്ദേശം, ഞാൻ മാറി വീണയുടെ വീട്ടിൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയിരിക്കുന്ന റെയ്ഡിൽ നിന്ന് കുറേയധികം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് കിട്ടി. അതിൽ കുറേയധികം ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അവർ ഓരോരുത്തർക്കും ഹാൻഡിൽ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ദുബായിലേക്ക് ഏതാണ്ട് 85 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പണം വിദേശ കറൻസിയിൽ തന്നെ കൈമാറ്റം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ 20 കോടി രൂപ ഇന്ത്യൻ രൂപയിൽ തന്നെ കൈമാറ്റം ചെയ്തിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു സിം കാർഡിന്റെ വിവരങ്ങളുണ്ട്. അത് നേരുന്ന അത് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് എന്നീ ആൾക്കാരുടെ സ്ഥലങ്ങളിലാണ് ED കോഴിക്കോട് റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹവാല ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ EDക്ക് ലീഡ് കിട്ടിയിട്ടുണ്ട്. CMRൽ നിന്ന് കിട്ടിയിരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള പണമാണ് വീണ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ശ്രീ റിയാസ് പറയേണ്ടത് ഇതാണോ മാന്യമായ രീതിയിൽ ബിസിനസ് നടത്തുന്ന രീതി എന്നുള്ളതാണ്. തനിക്കിനി വല്ലതും പറയണ്ട, അവന്റെ ഒരു സേഫ്റ്റി ഹോംസ്. നമ്മൾ ഇങ്ങനെ സ്വന്തമല്ലാത്ത പേരിൽ സിം കാർഡ് എടുത്തു വെച്ചതിന് ശേഷം ഇന്റർനെറ്റ് കോൾ ചെയ്യുക, ഇവിടെ റിപ്പോർട്ട് ചെയ്യാതെ, ഇവിടെ ടാക്സ് അടയ്ക്കാതെ മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന രീതിയൊക്കെ വിട്ടുകൊണ്ട് വിദേശത്തേക്ക് പണം കൈമാറ്റം ചെയ്യുക, തനിക്കുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ പണം ഇങ്ങനെ ട്രാൻസാക്ട് ചെയ്യുക. അപ്പൊ അതിൽ ആരുടെയൊക്കെ പേരാണോ എഴുതി വെച്ചിരിക്കുന്നത്, ആ സിം കാർഡ് ആരുടെ പേരിലാണോ അവരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മാന്യതയല്ല എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണിത് എന്നുള്ളതിന്റെ ആദ്യ സൂചനകളാണ് കാണുന്നത്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കാട്ടുകളെ. ഒരു കാര്യമുണ്ട്, ശശിധരൻ കർത്തായുടെ 2024 ഏപ്രിൽ മാസത്തിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിൽ പണം കൊടുത്തിട്ടുണ്ട് എന്നത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് കർത്ത പറയുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, വിത്തൗട്ട് സർവീസ്, ഇപ്പൊ സേവനം ഇല്ലാതെയാണ് പണം കൊടുത്തിരിക്കുന്നത്. 2, കൺസിഡറിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കേരള CM പിണറായി വിജയൻ, എന്ന് വെച്ചാൽ ബന്ധുത്വം വഴിയാണ്. അതായത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് സേവനമില്ലാതെ പണം കൊടുത്തത് എന്ന് കൊടുത്തവൻ പറയുകയാണ്. അപ്പൊ പിന്നെ ശ്രീ റിയാസ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വേട്ടയാടലല്ലാതെ രാഷ്ട്രീയതരമായിട്ട് അന്വേഷിക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളും ഈ EDയുടെ അന്വേഷണം ടിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയാസിന്റെ തന്നെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള അന്വേഷണമാണ്. അന്വേഷണത്തിനെ, റെയ്ഡിനെ റിയാസ് എതിർക്കുന്നത് എന്തിനാണ്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. കേസല്ലേ, EDയുടെ വരവിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചതല്ലേ? അവസാനം ഈ അന്വേഷണം തുടരുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകിയിരിക്കുന്നത് ഈ നാട്ടിലെ കോടതിയാണ് എന്നതുപോലും റിയാസ് മറന്നുപോയോ? അപ്പൊ പിന്നെ റിയാസ് പറഞ്ഞിരിക്കുന്നത് പോലെ നിയമത്തിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കുക. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഇന്നാണ് ശരിക്കും പിണറായി വിജയന്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കേണ്ടത്. അതിന് പറ്റിയ ദിവസമാണ്, അതുകൂടി കേൾക്കാം. നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം പുള്ളി രാവിലെ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പ് 2 കൈയും നല്ല ലെക്സോ
അതുപോലെ പിയേഴ്സോ അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു എന്നുള്ള വാച്യാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി. പെൻഷൻ കാശ് എടുത്തുകൊണ്ട് പോയി തുടങ്ങിയ കമ്പനി അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കോ മറ്റോ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും ഒക്കെ വരും, അത് വിദേശ കറൻസിയായി മാറും, പല അക്കൗണ്ടുകളിലേക്ക് പോകും. എന്തൊക്കെയാണോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.